ദുൽഖർ vs നാനി രണ്ട് ചിത്രത്തിലും കയാതു ലോഹർ ദി പാരഡൈസിനൊപ്പം ആഗസ്റ്റ് 21 റിലീസ് ഒരുങ്ങി അയാം ഗെയിം. ദുൽഖർ സൽമാൻ നായകനായ അയാം ഗെയിമും നാനിയുടെ ദി പാരഡൈസും ആഗസ്റ്റ് 21 നേരിട്ട് ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നു. അയാം ഗെയിമിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഓണം റിലീസായി എത്തുമെന്ന് ഉറപ്പാണ്. പാരഡൈസിനൊപ്പം ആഗസ്റ്റ് 21 അയാം ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട്. ചെന്നൈയിൽ അയാം ഗെയിമിന്റെ അവസാനഘട്ട ചിത്രീകരണം പുരോഗമിക്കുകയാണ്. ശ്രീകാന്ത് ഒഡേല രചനയും സംവിധാനം നിർവഹിക്കുന്ന ദി പാരഡൈസും ചിത്രീകരണ ഘട്ടത്തിലാണ്. കരിയറിൽ വേറിട്ട ലുക്കിൽ നാനി എത്തുന്ന ചിത്രം കൂടിയാണ് ദി പാരഡൈസ്. ദസറ എന്ന ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം നാനിയും ശ്രീകാന്ത് ഒഡേലയും ഒരുമിക്കുന്ന ചിത്രത്തിൽ കയാതു ലോഹറാണ് നായിക. അയാം ഗെയിമിലും കയാതു ലോഹർ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ബോളിവുഡ് താരം രാഘവ് ജുയാലും ദി പാരഡൈസിന്റെ താരനിരയിലുണ്ട്. RDX എന്ന ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ തമിഴ്നടി സംയുക്ത വിശ്വനാഥനാണ് നായിക. ആന്റണി വർഗീസ്, തമിഴ് സംവിധായകൻ നടനുമായ മിഷ്കിൻ, വിനയ് ഫോർട്ട് തുടങ്ങി നീണ്ട താരനിരയുണ്ട്. വേഫെയർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാനാണ് നിർമ്മാണം. അടുത്ത സുഹൃത്തുക്കളാണ് തെലുങ്ക് സൂപ്പർ താരം നാനിയും ദുൽഖർ സൽമാനും. നാനി നായകനായ ഹിറ്റ് ദി തേർഡ് കേസ് എന്ന ചിത്രത്തിൽ കേരളത്തിൽ വിതരണം ചെയ്തത് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസാണ്. എന്ന ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ തമിഴ്നടി സംയുക്ത വിശ്വനാഥനാണ് നായിക. ആന്റണി വർഗീസ്, തമിഴ് സംവിധായകൻ നടനുമായ മിഷ്കിൻ, വിനയ് ഫോർട്ട് തുടങ്ങി നീണ്ട താരനിരയുണ്ട്. വേഫെയർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാനാണ് നിർമ്മാണം. അടുത്ത സുഹൃത്തുക്കളാണ് തെലുങ്ക് സൂപ്പർ താരം നാനിയും ദുൽഖർ സൽമാനും. നാനി നായകനായ ഹിറ്റ് ദി തേർഡ് കേസ് എന്ന ചിത്രത്തിൽ കേരളത്തിൽ വിതരണം ചെയ്തത് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസാണ്.